ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പായിരുന്നുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഒരു 9 മണിയായപ്പോൾ എഴുന്നേറ്റ് 12 മണിയായപ്പോഴത്തേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്തിറങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലിമലയിൽ നിന്ന് നാമക്കലേക്കുള്ള റോഡിലേക്കാണ്. പേടിക്കണ്ട, ഇന്ന് കറക്റ്റായിട്ട് റൂട്ടൊക്കെ ചോദിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി തന്നെയാണ് പോകുന്നത്. മൊത്തം 70 ഹെയർ പിൻ ബെൻഡ്സ് ഉള്ള ഈ റോഡിൻ്റെ ദൂരം 49 കിലോമീറ്ററാണ്. മുകളിൽ നിന്ന് താഴെ വരെ സിംഗിൾ ലൈനായിട്ടുള്ള റോഡുകളാണ്. പക്ഷേ 2 സൈഡിലും വരയൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വണ്ടികളുടെ തിരക്കൊന്നുമില്ലായിരുന്നു. കാറ്, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബസ്, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പോയ വഴിക്ക് വേറെ കുറച്ച് റൈഡേഴ്സിനെ കിട്ടിയിരുന്നു. സംസാരിച്ചൊന്നുമില്ല, അവർ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഈ 70 ഹെയർ പിൻ ബെൻഡ്സ് ഗൂഗിൾ മാപ്പിൽ കാണാൻ നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ഫോണിൽ കാണാൻ പറ്റുമായിരിക്കും, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ചെറിയ കൈവേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചോടിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇങ്ങനെ മാപ്പിൽ മൂവ് ആവുന്ന കാണാനും ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഇച്ചിരി മുമ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മുമ്പിലുണ്ടാവുമെന്ന്. പിന്നെ ഒന്ന് നോക്കിയില്ല, കത്തിച്ചു വിട്ടു. ഇടയ്ക്കിങ്ങനെ നല്ല നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ നിർത്തണമെന്നുണ്ടായിരുന്നു, എന്നാലും നിർത്താൻ പറ്റിയില്ല. എൻ്റെ ഫോണിന് കൂടെ സിഗ്നലിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആളെ അന്വേഷിച്ച് കുറച്ച് വേഗത്തിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇവിടെ കടകളൊന്നുമില്ല. ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിലൊക്കെ, ചായ കുടിക്കണമെങ്കിൽ പോലും താഴെയുള്ള കാരവല്ലി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെത്തണമായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും ആളെ കിട്ടി. പുള്ളി എൻ്റെ മുമ്പിലല്ലായിരുന്നു വരുന്നത്, പുറകിലായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ടെമ്പിൾ കണ്ടില്ലായിരുന്നു, അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുള്ളിയെ കാണാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ പോകുന്നു. പുള്ളിക്കാരൻ എൻ്റെ പുറകെ എത്താൻ വേണ്ടിയിട്ട് പുറകിലുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ റീൽസിലൊക്കെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഒരു റോഡിൽ വളവിൽ വണ്ടി നിർത്തിയിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന്, ബൈക്കിൽ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതിൻ്റെ. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഈ ബോഡി കാണുന്ന പോലെ തന്നെ ഞങ്ങൾ 49ാമത്തെ ഹെയർ പിൻ ബെൻഡിൽ വണ്ടി നിർത്തി. വണ്ടിയുടെ പുറകിലാണെങ്കിൽ ഞാൻ ഈ ബാഗൊക്കെ വെച്ച് കെട്ടിയതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഞാൻ സൈഡ് ചേർത്തായിരുന്നു നിർത്തിയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഒട്ടും വേസ്റ്റാക്കാതെ തന്നെ പിന്നെയും ജേണി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി, ഇപ്പോൾ കാണാൻ പറ്റും ആ റോഡ് എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി വരെ വന്നിട്ടുണ്ട്. ഇനിയുള്ള റോഡ് എക്സ്ട്രീം ഹെയർ പിൻ ബെൻഡ്സ് ആയിരുന്നു. വളവുകൾ പിന്നെ ഇഷ്ടംപോലെ വന്നുകൊണ്ടേയിരുന്നു. എവിടെ വണ്ടി നിർത്തരുതെന്ന് പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങൾക്ക് പിന്നെയും നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ പിന്നെ നിർത്താതിരിക്കാൻ തോന്നിയില്ല. യാത്രയുടെ പർപ്പസ് തന്നെ ഇതാണല്ലോ. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലം കണ്ടപ്പോൾ പിന്നെയും വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തു. ഇങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് വണ്ടിയുടെ കീ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കാൻ നോക്കിയപ്പം കീ അവിടെ തന്നെ വണ്ടി തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കാറ്റുണ്ടായിരുന്നു. കുരങ്ങന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലൊരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഫാമിലിയായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യുന്ന സ്ഥലമൊക്കെ. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഈ റോഡിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. അറിയില്ല, ഇതിലേക്ക് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ആരെങ്കിലും പിന്നെ തൊഴിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. നല്ലൊരു ബെൻഡ് കണ്ട് ഇവിടെ നിർത്തിയപ്പോഴാണ് ഒരു ബസ് വരുന്നത് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ബ്രേക്ക് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെന്ന്. പിന്നെ മനസ്സിലായത് ഒറ്റയടിക്ക് തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് പിന്നെ അവർ തിരിച്ചു വരികയാണ്.
അങ്ങനെ ഒരു 10 മിനിറ്റ് നല്ല വ്യൂ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം 1.5 മണിക്കൂറെടുത്തു മേളിൽ നിന്ന് താഴെ വരെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെയുള്ള കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു. നാമക്കലിൻ്റെ ഒരു ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് 2 സൈഡിൽ കൃഷിയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തെ പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നി. പിന്നെ റൈറ്റ് സൈഡിൽ കൊല്ലിമല കാണാൻ പറ്റും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒച്ചയായിട്ട് ഞാൻ പുറകിലേക്ക് നോക്കിയത്. ഒന്നുമില്ല, ഇന്ന് ദീപാവലി ആയതുകൊണ്ട് പടക്കം പൊട്ടിച്ചായിരുന്നു. ഞാൻ വിളിച്ച് എൻ്റെ എക്സോസ്റ്റ് ഊരി നിലത്ത് വീണതിൻ്റെ ഒച്ചയൊക്കെ കേട്ടായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പം റോഡൊക്കെ കുറച്ചുകൂടി വൈഡായി. വലിയ തിരക്കൊന്നുമില്ല, വണ്ടികളൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള റോഡായിരുന്നു. ചെറിയ കയറ്റം, ചെറിയ വളവുകൾ. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് നിർത്തി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാസിപുരത്ത് നിന്ന് വാഴപ്പടി ആത്തൂരേക്കുള്ള മെയിൻ റോഡിലാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു പെട്രോൾ പമ്പ് കണ്ട് നിർത്തി. എൻ്റെ വണ്ടി പെട്രോൾ ഉണ്ടായിരുന്നു, എന്നാലും പുള്ളി പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ ഇനി വേറെ സ്ഥലത്ത് നിർത്തണമല്ലോ എന്ന് ചോദിച്ച് ഞാനും പെട്രോൾ അടിച്ചു. ഇപ്പോൾ നമ്മൾ സേലത്തുള്ള ആത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും നല്ലൊരു ഗ്രാമമായിരുന്നു. ചെറിയ റോഡായിരുന്നു, പക്ഷേ നല്ല സ്മൂത്തായിട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ക്ലൈമറ്റ് അടിപൊളിയായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി. ചെന്നൈ വരെ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നായിരുന്നു പ്രാർത്ഥന. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തെ ആത്തൂരെത്തി. പക്ഷേ ആത്തൂർ മൊത്തം ഒരുമാതിരി ഹർത്താൽ പോലെ അടച്ചിട്ടേക്ക് വരുന്നു. കാരണം ദീപാവലി ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാ കടകളും അടച്ചിട്ടേക്ക് വരുന്നു. പിന്നെ ഞങ്ങൾ കിട്ടിയൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ മുഴുവൻ ഹൈവേ ആയിരുന്നു, ചെന്നൈ സേലം ഹൈവേ ആണ്. ഈ ചെന്നൈ സേലം ഹൈവേയും NS-200 ഞാനും തമ്മിലൊരു അഗാധമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതിൻ്റെ കഥ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് വന്ന ചെറിയ കൺജഷനും പിന്നെ റോഡിൻ്റെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് പണികളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ വേറെ റോഡൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് എവിടെയും ഡിലേ ആയില്ല. പുള്ളിയുടെ കൂടെ പിടിക്കാൻ ഒരുപാട് നേരം ഹൈ RPM തന്നെ ഓടിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, നമ്മുടെ വണ്ടി താങ്ങുമെന്നൊക്കെ. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് നിർത്തിയപ്പം ചുമ്മാ സൈലൻസറിൽ ടച്ച് ചെയ്ത് നോക്കി. നല്ല പൊള്ളൽ കിട്ടി. ഗ്ലൗസിന് ഞാൻ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു മൊബൈൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മറന്നുപോയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു റെയറായിട്ടുള്ള കാഴ്ചയാണ്. സൈഡിൽ മൊത്തം ഇങ്ങനെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളുണ്ട്. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ ഭയങ്കര കോമണാണ്. ചെന്നൈക്ക് ചുറ്റുമുണ്ട്. പുറത്തൊക്കെ പോകുകയാണെങ്കിൽ എല്ലാ റോഡിലും കാണാൻ പറ്റും. നല്ല രസമാണ് റോഡിൽ കൂടി ഇങ്ങനെ ഓടിക്കും. കുറച്ച് നേരം ഓടിച്ച് പോരടിച്ചപ്പോൾ പിന്നെ ഞാൻ ഇരുന്നും കിടന്നും നിന്നുമൊക്കെ ഓടിച്ചു. പിന്നെ കുറച്ച് നേരം പാട്ട് കേട്ട് ഓടിച്ചു. ക്യാമറയിലെ സ്റ്റോറേജ് ഇറക്കുക ഫുള്ളായതുകൊണ്ട് ബാക്കിയൊന്നും അങ്ങനെ അധികം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
6:45 ഇപ്പോൾ ഞങ്ങൾ ചെങ്കൽപ്പേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടുന്ന് പിന്നെയും ചായ കുടിച്ച് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. രാത്രി ആയതുകൊണ്ട് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നെങ്കിലും സമയം ഒട്ടും വേസ്റ്റ് ആയില്ല. കാരണം ദീപാവലി ആയതുകൊണ്ട് സൈഡിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ. ചെന്നൈ അടുക്കുന്തോറും ട്രാഫിക് കൂടിക്കൊണ്ടിരുന്നു റോഡിൽ. പിന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പിന്നെ രാത്രി ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടന്നുറങ്ങാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മെല്ലെ ചെന്ന് ആദ്യം എന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ബ്രേക്കുകളൊക്കെ എടുത്ത് ഫൈനലി അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഈ കാണുന്ന മോഡൽ മഞ്ഞാണെന്ന് വിചാരിക്കരുത്. മൊത്തം പടക്കം പൊട്ടിച്ച് കണ്ണ് കാണാൻ പറ്റാത്തതുപോലെ പുകയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.